ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഷാസി ട്രീറ്റ്സ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും അല്ലെങ്കിൽ ഈവനിങ്ങിൽ ചായക്ക് കടിയായിട്ടും ഒക്കെ സിമ്പിളായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുക ഒരു അടിപൊളി ബോണ്ടൻ്റെ റെസിപ്പിയാണ്. ഈ ബോണ്ടൻ്റെ റെസിപ്പിക്കായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവാളയും എരിവിനാവശ്യത്തിന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടിൻ്റെ പകരം നിങ്ങൾക്ക് മൈദ എടുക്കാം, പക്ഷേ ഗോതമ്പ് പൊടിയല്ല കുറച്ചും കൂടി ഹെൽത്തി, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 1/4 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പം കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്, പുളിയില്ലാത്തത്. പുളിയുള്ളത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് അപ്പക്കാരം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ച ഉള്ളി പച്ചമുളക് മിക്സില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഒരുപാട് കട്ടിയിൽ വേണ്ട നമുക്ക് ഈ മാവ്, എന്നാൽ ഈ മാവ് ഒരുപാട് ലൂസായി പോകാനും പാടില്ല. വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചൊഴിച്ച് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതി വരെ മിക്സ് ആക്കിയിട്ടെടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഞാൻ മിക്സ് ആക്കുന്ന കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, നമ്മൾ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു രീതി, ഉള്ളിയിടാൻ പറ്റുന്ന ആ ഒരു രീതി. ഒരുപാട് ലൂസായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് വേണ്ടത്. ഇതേപോലെ നമുക്ക് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റണം. ഈ ഒരു രീതി വരെയാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുക. അതിനുശേഷം ഓയിൽ നന്നായിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുക. നന്നായിട്ട് ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കയ്യിൽ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. അല്ലെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിലേക്ക് മുക്കിയ ശേഷം ഈ മാവൊന്ന് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിയാന്ന് ഉള്ളിൽ ചിലപ്പം കുക്കാണ്ട് കിട്ടും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈവനിങ്ങിൽ സ്നാക്കായിട്ടുള്ള പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കെല്ലാം വേഗം തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നന്നായിട്ട് തന്നെ കളറ് മാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് നിറയെ ഒരു പ്ലേറ്റ് നിറച്ച് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഞാനൊരു തേങ്ങാ ചട്നിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതേപോലെ സൈഡായിട്ട് തേങ്ങാ ചട്നിയോ ടൊമാറ്റോ ചട്നിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നി തയ്യാറാക്കിയിട്ട് തന്നെ ഇതിന് കഴിക്കണം. ചട്നിയും കൂട്ടിയിട്ട് കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.